നമസ്കാരം, ഞാൻ സുമേഷ് ആത്തംകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് നമ്മളുടെ ഡ്രീം ആയിട്ടുള്ള ഹൗസ് പ്ലോട്ട്സ്, വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഹൗസ് പ്ലോട്ട്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാമെന്ന് നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സ്ഥലം, ഒരു പ്ലോട്ട് നോക്കാൻ പോയി, ഒരു 5 സെൻറ്റ് പ്ലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ചെറിയ എന്തെങ്കിലും ഒരു 10,000 രൂപ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് അതിന്റെ ഡോക്യുമെന്റേഷൻ ശരിയാക്കുക എന്നാണ് പറയുക ആളുകൾ. പക്ഷേ ഡോക്യുമെന്റേഷൻ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ 90% ആളുകൾക്കും ഡോക്യുമെന്റേഷൻ ആധാരം അടിയാ അങ്ങനെയൊക്കെ അറിയാമെന്നല്ലാതെ, ഒരു മെസ്സപ്പായിട്ട് അറിയാമെന്നല്ലാതെ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി കൃത്യമായിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടാവണം നിർബന്ധമില്ല. ബിക്കോസ് നമ്മൾ ലൈഫിൽ 1-2 പ്രാവശ്യമൊക്കെ അല്ലേ സാധാരണ കൂടുതൽ ആൾക്കാർ സ്ഥലമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിക്കാൻ നിൽക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ തരാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഒരു പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ 3 പാർട്ടായിട്ട് നമുക്ക് സാധിക്കും. പാർട്ട് നമ്പർ 1 എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ കാറ്റഗറി. ഈ ഡോക്യുമെന്റേഷൻ കാറ്റഗറിയിൽ എന്തൊക്കെ പെടുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം. ആ 5 സെൻറ്റ് സ്ഥലം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു ഏക്കർ സ്ഥലമായിട്ടാണ് ആദ്യം ഒരാൾ കൊടുത്തത്. അതിനുശേഷം ഒരു 30 വർഷം മുമ്പ്, അതിനുശേഷം ഒരു 15 വർഷം മുമ്പ് അതിനെ 1/2 ഏക്കർ സ്ഥലമായിട്ട് മാറ്റി. അതായത് 1/2 ഏക്കർ സ്ഥലം ഒരാൾക്ക് വിറ്റു, ബാക്കി 1/2 ഏക്കർ അയാളിനെ വെച്ച് നോക്കി. അതിന്ന് ആ 1/2 ഏക്കർ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഈ 5 സെൻറ്റ് വേറൊരാൾക്ക് വിറ്റിട്ട് ആ 5 സെൻറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാവുക ഈ 5 സെൻറ്റിൻ്റെ മാത്രം ഒറിജിനൽ ആധാരം ഉണ്ടാവും. ക്ലിയർ? അതിന് മുമ്പത്തെ 50 സെൻറ്റിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി മാത്രമേ അവരെടുത്തുണ്ടാവുള്ളൂ ഓണറെടുത്ത്. ശരിയല്ലേ? ബിക്കോസ് റീസൺ എന്താ പറഞ്ഞാൽ മുഴുവൻ സ്ഥലം ഇവർ വാങ്ങിയിട്ടില്ല. അതിന് മുമ്പത്തെ 1 ഏക്കർ സ്ഥലത്തിൻ്റെയും ആധാരത്തിൻ്റെ കോപ്പിയാണ് ഉണ്ടാവും. റൈറ്റ്? പിന്നെ 2 തരം സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ. ഒന്ന് കാണത്തിൽപ്പെട്ട സ്ഥലം, അതായത് കൈവശപ്രകാരം സർക്കാർ പട്ടയം മൂലം പതിച്ചു കൊടുത്ത സ്ഥലങ്ങൾ. പിന്നെ ഒന്ന് ജന്മാവകാശമുണ്ട്. ജന്മാവകാശമുള്ള സ്ഥലമാണെങ്കിൽ ഈ ആധാരങ്ങൾ മാത്രം മതി. കാണാവകാശമാണ് ആധാരത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ പട്ടയം കൂടി സർക്കാർ പതിച്ചു കൊടുത്ത പട്ടയം കൂടി കോപ്പി ഉണ്ടാവും. ഇനി ചില സ്ഥലങ്ങളിൽ ഇനി പട്ടയം ഇല്ലെങ്കിൽ അത് പട്ടയത്തിന് അപ്ലൈ ചെയ്താൽ പട്ടയം തരേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് മാൻഡേറ്ററി ആയതുകൊണ്ട് ചില ബാങ്കുകളൊക്കെ, അതായത് നമ്മൾ പട്ടയം അപ്ലൈ ചെയ്ത് SM നമ്പർ കൊണ്ടൊരു നമ്പർ ബുക്ക് ചെയ്യും നമ്മൾ തഹസിൽദാറിനാണ്. അത് ബുക്ക് ചെയ്താൽ അത് വെച്ചിട്ട് കൺസിഡർ ചെയ്ത് ലോൺ തരേണ്ടതുണ്ട്. ഒരു അഫിഡവിറ്റ് വാങ്ങിക്കും സബ്ജക്റ്റ് വേണ്ടിയിട്ട്. നമ്മൾ 6 മാസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ അതിൻ്റെ പട്ടയം നമ്മൾ വാങ്ങി സർക്കാരിൽ നിന്ന് എടുത്തിട്ട് ബാങ്കിനെ ഏൽപ്പിക്കാം. ക്ലിയർ ആയോ? അതുവരെയുള്ളത്. ഇനി അടുത്തത് റെക്കോർഡ്. അടുത്ത സാധനം ഈ റെക്കോർഡ് എന്താണെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 30 വർഷത്തെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ആധാരങ്ങളുടെ ആധാരപ്രകാരമുള്ള സ്ഥലം റവന്യൂ റെക്കോർഡ്സ് പ്രകാരവും വില്ലേജ് റെക്കോർഡ്സും നമ്മുടെ ഈ രജിസ്റ്റർ ഓഫീസ് റെക്കോർഡ്സ് ഒക്കെ പ്രകാരം ഇത് നമ്മുടെ കൈവശത്തിൽ തന്നെയാണെന്നും ഇങ്ങനെയൊരു സ്ഥലം വില്ലേജ് രേഖകളിലും FMBയിലും BTRലും ഒക്കെ ഉണ്ടെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നിലമാണോ പുരയിടമാണോ ഇന്നതാണെന്നും അല്ല, അതേപോലെ രജിസ്റ്റർ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുള്ള നേരത്തെ പറഞ്ഞ 3 ആധാരങ്ങളിൽ 3 ആധാരത്തിൽ കൂടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതെന്നും ഇതിന് കാലങ്ങളായിട്ട് കടങ്ങൾ ഉണ്ടാന്നോ ഇല്ലാന്നോ അതാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് പറയുന്നത്. അതായത് ഇത്ര കാലമായിട്ട് ഇതിന് കടം ഇന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇന്ന സമയത്ത് തീർത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അതിൽ കാണും. ഈസിയിൽ കാണും. ഇന്ന സമയത്ത് കടം വാങ്ങി, ഇന്ന സമയത്ത് തീർന്നു. ഇനി ഇല്ല, കടമില്ലെങ്കിൽ കടമില്ല, അല്ലെങ്കിൽ കടം ഉണ്ടെങ്കിൽ കടമുണ്ട്, അത് കാണുന്നത് ഈസി. പിന്നെ ഈ ആധാരം ഇതിനെ വെച്ചുകൊണ്ട് നോൺ അറ്റാച്ച്മെന്റ്, വല്ല കോടതികളൊന്നും അവിടെ നിന്ന് വല്ല അറ്റാച്ച്മെന്റ് ഇല്ലാന്ന് തെളിയിക്കുന്ന വില്ലേജിൽ തരുന്ന റെക്കോർഡ്, പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ തണ്ടപ്പേര്, ടാക്സ് അടച്ചു, കരം അടച്ചു എന്നുള്ള രസീത്, പിന്നെ ലൊക്കേഷൻ സ്കെച്ച്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് പോലെയുള്ള ഈ 30 വർഷത്തെ ആധാരത്തിൻ്റെ സ്ഥലം ഇപ്പം കറക്റ്റാണെന്ന് അപ്ഡേറ്റ് ചെയ്ത് രജിസ്റ്റർ ഓഫീസിൽ നിന്നും വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്ന രേഖകൾ. പഞ്ചായത്തിൽ വീടുണ്ടെങ്കിലേ വേണം. അതിലൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് പഞ്ചായത്തും കൂടി അറ്റാച്ച്ഡ് ആണ്. ബിൽഡിംഗ് ഇല്ലെങ്കിൽ റവന്യൂ റെക്കോർഡ്സ് വരെയുള്ളത് അത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതിനാണ് റെക്കോർഡ്സ് ഓഫ് ദ പ്ലോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഡോക്യുമെന്റ്സ് എന്താണ്, റെക്കോർഡ്സ് എന്താണ് മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു സ്ഥലം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും നമ്മൾക്ക് പേപ്പറിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു മാറ്ററുള്ള കൂടി ഉള്ളത് ടെക്നിക്കൽ ക്ലിയറൻസ്. അപ്പോൾ ഈ ടെക്നിക്കൽ ക്ലിയറൻസ് ആരാ തരേണ്ടത്? അതായത് ആ ലൊക്കേഷൻ അറിയുന്ന ലീഡിംഗ് ബാങ്കുകൾ വെച്ചിട്ടുള്ള അവിടുത്തെ ലീഡിംഗ് ബാങ്കുകൾ, SBIയോ കാനറ ബാങ്കോ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയോ ബാങ്ക് ഓഫ് ഇന്ത്യയോ ഇന്ത്യൻ ബാങ്കോ ഒക്കെ പോലുള്ള ബാങ്കുകളുടെ പാനലിലുള്ള ഒരു ലീഡിംഗ് ആയിട്ടുള്ള ചാർട്ടേഡ് വാല്യൂവറോ ചാർട്ടേഡ് എഞ്ചിനീയറോ ഉണ്ടോ. അവർക്കാണ് ഈ വാല്യുവേഷൻ എടുക്കാനും ടെക്നിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കാനും. അപ്പോൾ ഈ ടെക്നിക്കൽ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കംപ്രൈസ്ഡ് ഓഫ് എന്ന് ചോദിച്ചാൽ ഈ ആധാരപ്രകാരവും ഈ റെക്കോർഡ് പ്രകാരവും ഇത്ര മീറ്റർ വഴി ഈ പ്ലോട്ടിലേക്ക് എന്നൊക്കെ ഉണ്ടാവും എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റി എടുക്കാൻ, അതായത് പൈപ്പ് ലൈൻ എടുക്കാനൊക്കെയുള്ള പെർമിഷനൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഒപ്പം അതിന് ലൊക്കേഷൻ സ്കെച്ചൊക്കെ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. അതൊക്കെ പ്രകാരം ഈ സ്ഥലം മാർക്കറ്റബിൾ ആണോ, അതായത് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് വല്ല ഹസാഡസ് ആയിട്ടുള്ള വല്ല പൊല്യൂഷനോ അങ്ങനെ വല്ല ഉണ്ടാക്കണോ, വല്ല കമ്പനികളോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഈ സ്ഥലം വിറ്റുപോലല്ലോ, പിന്നീട് വിൽക്കാനോ വീട് കെട്ടാനോ പറ്റില്ലല്ലോ. അപ്പോൾ അത് പറയും ടെക്നിക്കൽ. എന്നിട്ട് അതിൻ്റെ അകത്ത് പറയും ഇത്ര രൂപ സുമാർ അതിന് വില മതിക്കും, മാർക്കറ്റ് വില എന്നത് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ റോഡ് ആക്സസ് ഒക്കെ കറക്റ്റാണ്. ഫിസിക്കലി കാണുമ്പോൾ അവിടെ റോഡ് ആക്സസ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി, പൈപ്പ് ലൈൻ, അങ്ങനെ നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്യണോ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നമുക്ക് എഴുതി തരും. ഞാൻ നേരിൽ സ്ഥലം പരിശോധിക്കുകയും ഇന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ടെക്നിക്കൽ റിപ്പോർട്ട്. റൈറ്റ്? ക്ലിയർ ആയ ഈ 3 കാര്യങ്ങളും? ഈ 3 കാര്യങ്ങളും കിട്ടാതെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി 4ാമത്തെ ഒന്നും കൂടി പറയും. നമ്മൾ ബാങ്ക് ലോണിന് പോവുകയാണെങ്കിലും ബാങ്ക് ലോണിന് പോകണില്ലെങ്കിലും
LSR എന്ന് പറയും. അത് LSR പറഞ്ഞാൽ ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട്. ഈ ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ 3 എലമെന്റ്സ് ഇല്ലേ, അതായത് ഡോക്യുമെന്റ്സ്, സ്ഥലത്തിൻ്റെ റെക്കോർഡ്സ്, ടെക്നിക്കൽ ക്ലിയറൻസ്. ഇതിലെ ഡോക്യുമെന്റ്സും റെക്കോർഡ്സും കൂടി കണക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ അതും ഇതേപോലെ ഏതെങ്കിലും ഒരു ബാങ്ക് പറഞ്ഞാൽ ലീഡിങ് ബാങ്കുകളുടെ അഡ്വക്കേറ്റ്സ് പാനലിലുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ടാവും. അവരാകുമ്പോൾ അവരിതേ പണി ചെയ്യണം, അവർ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അറിയും, നമ്മൾക്കും തെറ്റുകൾ കുറയാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ഈ ഡോക്യുമെന്റ്സ്, അതായത് 30 വർഷത്തെ ആധാരങ്ങൾ അടിയാധാരങ്ങളൊക്കെ നോക്കി പരിശോധിച്ച് ഈ 30 വർഷത്തെ ഈ ഡിറൈവ് ചെയ്തിട്ട് വന്നുള്ള സാധനം റെക്കോർഡ്സുകൾ പ്രകാരം പൊസഷൻ ടാക്സ് EC ഒക്കെ പ്രകാരം കറക്റ്റാണെന്ന് പരിശോധിച്ച് അതിൻ്റെ സർവേ നമ്പേഴ്സൊക്കെ പരിശോധിച്ച് നമ്മൾക്കൊരു റിപ്പോർട്ട് തരും. ഇന്ന സ്ഥലത്ത് 5 സെൻറ്റ് സ്ഥലമായിട്ട് കിടക്കുന്ന ഈ സ്ഥലം ഇന്ന ഡോക്യുമെൻ്റ് പ്രകാരം ഇന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതും അത് ഇപ്പം ഇന്ന ആൾക്ക് വന്നു ചേർന്നിട്ടുള്ളതുമാകുന്നു. ഈ ആൾക്ക് ഇത് വിൽക്കാനും ഇതിൻ്റെ സർവ്വ അധികാരവും കൈവശവും അധികാരവും വിൽക്കാനുമുള്ള എല്ലാ പവറും ഉള്ളതുമാവുന്നു. അതുകൊണ്ട് ഈ സ്ഥലം ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ടിനെയാണ് ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് എന്ന് പറയുക. റൈറ്റ്? അതിനാണ് LSR എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 2 എണ്ണമാണ് കംപ്രൈസ്ഡ് ആയിട്ട്. ഇനി ഇപ്പോൾ 3 എണ്ണമായി, അതായത് മെയിനായിട്ടുള്ള 3 റിപ്പോർട്ടുകൾ, ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്സ്, ടെക്നിക്കൽ വാല്യൂഷൻ റിപ്പോർട്ട്. അത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റ്സും റെക്കോർഡും കൂടി കറക്റ്റ് ക്ലിയർ ചെയ്തിട്ട് LSR എന്താണെന്ന് പറയും. അപ്പോൾ ഒരു LSRും ഒരു ടെക്നിക്കൽ റിപ്പോർട്ടും ഉണ്ട്. റൈറ്റ്? ഇതാണ് ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മളൊരു പ്ലോട്ട് വാങ്ങിക്കാനും ശ്രദ്ധിക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ കേസിൽ ഈ പ്ലോട്ട് ലോണിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ലോണിന് നമ്മൾ പോകുമ്പോൾ ബാങ്കുകാർ നമുക്ക് ലോൺ തരുന്നില്ല, അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്, ഇന്നൊന്ന് പറയും നാളെ വേറൊരു പേപ്പർ പറയും. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേൾക്കലുണ്ട്. ഞങ്ങളെ ഇൻഡസ്ട്രിയിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെയാണ് ഇത് പണി. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് 99% ബാങ്കുകാരും ബുദ്ധിമുട്ടിക്കല്ല. അവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവരൊരു ഡെപ്പോസിറ്റ് ഉണ്ടാവും, അവർ ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ആർക്കും കൊടുത്ത് മാന്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് വാങ്ങിയാലേ ബാങ്കിന് ഇത് ലാഭമായിട്ട് വരുള്ളൂ. അപ്പോഴേ ബാങ്കിന് ഇൻട്രസ്റ്റിന് ബാങ്കിൽ പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്കിത് റീപേബിൾ ആളുകളുടെ അടുത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അതായത് നാളെ ഒരു നോൺ പെർഫോമൻസ് അക്കൗണ്ട് ആയിട്ട് അത് മാറാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അവൻ്റെ കുറേ പ്രോട്ടോകോൾസ് ഉണ്ട് അവർക്ക്. അതായത് തെറ്റുകൾ കൂടുതൽ സംഭവിക്കാതിരിക്കാനുള്ള ഓരോ ബാങ്കിന് ഓരോരുത്തർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടോകോൾസ്. അപ്പോൾ ആ പ്രോട്ടോകോൾസ് നമ്മൾക്ക് മനസ്സിലായാൽ നമ്മൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പം. റൈറ്റ്? ആ പ്രോട്ടോകോൾസ് ഞാൻ സൂചിപ്പിച്ചു തരാം. പ്രോട്ടോകോൾസിൻ്റെ ആദ്യത്തെ മാറ്റർ എലിജിബിലിറ്റി ലെറ്ററാണ്. അത് എങ്ങനെയാണ് എലിജിബിലിറ്റി നമ്മുടെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയേണ്ടത്. അത് നിങ്ങൾ അകത്ത് പോയിട്ട് നോക്കിയാൽ നമ്മുടെ ചാനലിലാണെങ്കിലും പേജിലാണെങ്കിലും മുകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാൾക്ക് എന്ത് കിട്ടുമ്പോഴാണ് എലിജിബിലിറ്റി കിട്ടുക, എത്ര രൂപ ഇൻകം ഉള്ള കുടുംബത്തിന് എത്ര എലിജിബിലിറ്റി കിട്ടുന്നതൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഉണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ പ്രൊവൈഡ് ചെയ്യുക. എന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ കിട്ടുകയും ചെയ്യും. ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ചാനലിൽ തന്നെ ഉണ്ടാവുക. ഒപ്പം ആ എലിജിബിലിറ്റി നമുക്ക് ഇത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എലിജിബിലിറ്റി ലെറ്റർ തരും. അതായത് ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിന് ഇന്ന 2 ആളുടെ കൂടി ജോയിൻ്റ്ലി ഇത്ര രൂപ വരെ ഇവർക്ക് എലിജിബിലിറ്റി ഉണ്ട്, സബ്ജക്റ്റ് ടു നല്ല ഒരു ലീഗലി ഫിറ്റായിട്ടുള്ള ടെക്നിക്കലി ഫിറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടുപിടിക്കുക അനുസരിച്ച് സബ്ജക്റ്റ് കണ്ടീഷൻ. ഒപ്പം വല്ല സിബിൽ ഇഷ്യൂ വല്ല ഉണ്ടെങ്കിൽ അതും തരില്ല. അപ്പോൾ ഒരു എലിജിബിലിറ്റി ലെറ്റർ അവർ തന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ആദ്യത്തെ സ്റ്റേജാണ്. രണ്ടാമത്തെ പ്രോട്ടോകോൾ പറയുന്നത് ഈ LSR. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് അവരുടെ ബാങ്കിൻ്റെ പാനൽ അഡ്വക്കേറ്റിൻ്റെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി നമ്മളൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് എടുത്തു, അത് വേറൊരു ബാങ്കിൻ്റെ ആയിരുന്നു. ഈ ബാങ്കിൻ്റെ പാനലിൽ അദ്ദേഹം ഇല്ല എങ്കിൽ ഈ ബാങ്കിൻ്റെ പാനൽ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വീണ്ടും എടുക്കേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും. അതിൽ ചില ബാങ്കുകൾ HDFC പോലുള്ള ചില ബാങ്കുകൾക്ക് അത് ഫ്രീ ആണ്, അഡ്വക്കേറ്റ് ഫീസൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില നമ്മുടെ നാഷണലൈസ് ബാങ്കുകൾ, പഴയ ഓൾഡ് സ്കൂൾ ബാങ്കിങ്ങിലുള്ള ബാങ്കുകൾ ഇന്നും അതിനൊക്കെ പേയ്മെൻറ്റ് ക്ലയൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യുന്നവർക്ക് അത് ചെയ്ത് രണ്ടാമത് ചെയ്യേണ്ടതായിട്ട് വരും. എന്നതിന് ശേഷം അതേപോലെ തന്നെ ഞാൻ ആരിനെയും അഡ്വർടൈസ് ചെയ്യലും ആരിനെയും മോശം പറയലൊന്നും എൻ്റെ തൊഴിലേ അല്ല. ഞാനുള്ള ഫാക്റ്റ്, എനിക്കറിയുന്ന ഫാക്റ്റ് പറയുന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും താഴ്ത്തിക്കാക്കും ഉയർത്തലും പരസ്യം ചെയ്യലും ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ ആസ് എ കൺസൾട്ടൻറ്റ് നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയണോ ആളുകൾക്ക് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണ്ടത് പ്ലീസ്. അതേപോലെ തന്നെ ലീഗൽ ക്ലിയറൻസ്, അതായത് ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് നമ്മൾ ബാങ്കിൽ കൊടുത്താൽ, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ റിപ്പോർട്ടും ബാങ്കിൽ കൊടുത്താൽ ബാങ്കിലത്തെ ഓഫീസേഴ്സ് ക്രെഡിറ്റ് ചെയ്യുന്ന ആളുകൾ അത് നോക്കിയിട്ട് യെസ് ഇതെല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് ലോൺ ഡിസ്പേഴ്സ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് അവർക്ക് അപ്രൂവൽ എവിടെയൊക്കെ ഓരോ എത്ര എമൗണ്ടിനനുസരിച്ച് ഓരോ സ്ഥലത്തായിരിക്കും അപ്രൂവൽ. ആ അപ്രൂവൽ ഓക്കെ ആയാൽ ഇതൊക്കെ നിങ്ങൾ സ്റ്റേജ് വൈസ് നോട്ട് ചെയ്ത് വെക്കും. അപ്പോഴേ നമുക്ക് പ്രോട്ടോകോൾ അറിയുള്ളൂ കൃത്യമായിട്ട്. അപ്പോൾ ആ ഓരോ പ്രോട്ടോകോൾ കഴിഞ്ഞു എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഫ്രസ്ട്രേറ്റഡ് ആവില്ല. മറ്റല്ല നമ്മൾ ഇന്നുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കും, നാളെ മറ്റന്നാൾ ലോൺ പാസ്സാവും, ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അത് പാസ്സാവുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവാം. ഈ പ്രോട്ടോകോൾസ് അറിയണമെങ്കിൽ ആ സ്റ്റേജ് എങ്ങനെ പോകണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം എലിജിബിലിറ്റി തരും, അത് കഴിഞ്ഞ് LSR നമ്മൾ കൊടുക്കും, അത് കഴിഞ്ഞ് ടെക്നിക്കൽ കൊടുക്കും, അത് കഴിഞ്ഞ് അവരോട് നിന്ന് തീരുമാനം എടുത്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ നമുക്ക് SMS-ഓ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെയിലിലേക്കോ അല്ലെ ഇത് വരും പാസ്സായി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട്
ആ ഡേറ്റിന് നമ്മൾ പോയിട്ട് ലോൺ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. ബാങ്കും നമ്മൾ കൂടും. ഇത്ര രൂപ ലോൺ തരാം, ഇന്നതാണ് ഇൻട്രസ്റ്റ്, അത് റിസർവ് ബാങ്ക് മാറ്റുന്നതിനനുസരിച്ച് ഇൻട്രസ്റ്റുകൾ മാറും. എന്തൊക്കെയാണ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ്, എല്ലാം ഇൻട്രസ്റ്റ് വളരെ നോമിനലായിരിക്കും, വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റമൊക്കെ ഭൂരിഭാഗവും വളരെ ചെറിയ കൂടുതൽ ഇൻട്രസ്റ്റ്, ചില ബാങ്കുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് പേ ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ ചെറിയ ഷെഡ്യൂൾഡ് ബാങ്കുകളോ അല്ലെങ്കിൽ വല്ല ഫിനാൻസ് കമ്പനികളോ അവിടെയൊക്കെ ചിലപ്പോൾ അല്പം ഇൻട്രസ്റ്റ് കൂടും. വാസ്തവത്തിൽ ഇതൊക്കെ ഫാക്റ്റാണ്. നാഷണൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ HDFC പോലുള്ള വലിയ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ചെറിയ ബാങ്കുകളായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് കൂടുമല്ലോ സ്വാഭാവികമായിട്ട്. ദാറ്റ്സ് ട്രൂ. അപ്പോൾ അങ്ങനെയുള്ള ബാങ്കും നമ്മൾ എഗ്രിമെൻറ്റ് വെച്ച് മുന്നോട്ട് പോകുക. ആ എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണ് പറഞ്ഞാൽ ഡിസ്പേഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ പ്ലോട്ട് വാങ്ങിക്കാനാണെങ്കിൽ പ്ലോട്ട് വാങ്ങിക്കാൻ ഫോർ എക്സാമ്പിൾ 20% ബാങ്ക് അല്ല നമ്മുടെ കയ്യിൽ നിന്നും 80% ലോണുമാണെന്നാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവിടെ 10 ലക്ഷം രൂപേൻ്റെ സ്ഥലമാണെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ ബാങ്കുകളും 8 ലക്ഷം രൂപ വരും, 2 ലക്ഷം രൂപ നമ്മുടെ ക്ലയൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ഓരോ സ്റ്റേജും കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉണ്ടാവുക ചില ബാങ്കുകൾ ആദ്യം നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾ അഡ്വാൻസ് ചെയ്യും പറയും ക്ലയൻസിന്. അതിൻ്റെ ഓരോ ബാങ്ക് ടു ബാങ്ക് ഡിഫറൻസ് ഉണ്ടാകും നോംസ്. സാധാരണ ബാങ്കുകൾ വളരെ ഫെയർ ആയിട്ട് പോകുന്ന ബാങ്കുകളൊക്കെ ആദ്യത്തെ സ്റ്റേജ് ഇപ്പോൾ 5 ലക്ഷം രൂപ വന്നു വയ്ക്കുക ഫൗണ്ടേഷനൊക്കെ. ചില ബാങ്കുകൾ 2 ലക്ഷം രൂപ വീട് ബിക്കോസ് ലോൺ വീട് കെട്ടാനല്ല തരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് 10 ലക്ഷം രൂപയാണെങ്കിൽ 2 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് 20% നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ ബാക്കി 8 ലക്ഷം രൂപ ബാങ്ക് അഡ്വാൻസ് ചെയ്യും ചില ബാങ്കുകൾ പറയും ആദ്യത്തെ സ്റ്റേജിൻ്റെ 10 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം ആണെങ്കിൽ ആ 2 ലക്ഷം നിങ്ങൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് വൈസ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഞങ്ങളത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പാസ് ചെയ്ത് തരാം. പിന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തരാം. ബിക്കോസ് അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇത് പുറത്തേക്ക് ഫണ്ട് ചെയ്തിട്ട് ആ ഫണ്ട് മിസ്യൂസ് ആയിട്ട് പോകാൻ പാടില്ല. ഇതാണ് ബാങ്കിന് ഇൻട്രസ്റ്റ് ആയിട്ട് താല്പര്യം. അത് വെച്ചുകൊണ്ട് ഡിസ്പേഴ്സ് ചെയ്തു ആദ്യത്തെ സ്റ്റേജ്. അപ്പോൾ ഡിസ്പേഴ്സ്മെൻ്റ് ആയി, സ്ഥലം വാങ്ങിക്കാൻ ഡിസ്പേഴ്സ് ചെയ്താൽ പിന്നെ സ്റ്റേജ് വൈസ് ആയിട്ട് ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ പോലെ CDPMC മോഡലിലാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേജ് വൈസ് റിപ്പോർട്ട് ബാങ്കിലേക്ക് പോകും. അപ്പോൾ ബാങ്ക് അതാത് സ്റ്റേജ് വൈസിൽ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ ആ സ്റ്റേജിലുള്ള ദാറ്റ് മീൻസ് നമ്മൾ 5 ലക്ഷം രൂപയുടെ കംപ്ലീഷൻ കൊടുക്കുമ്പോൾ 20% ആണ് ക്ലയൻറ്റ് കോൺട്രിബ്യൂഷൻ എങ്കിൽ 4 ലക്ഷം രൂപ ബാങ്ക് പിന്നെ അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യും. 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണ്ടേ, അങ്ങനെയല്ലേ പോകുക സാധാരണ. ക്ലിയർ ആയല്ലോ. എന്നിട്ട് അങ്ങനെ സ്റ്റേജ് വൈസ് പോയി ലാസ്റ്റ് ആകുമ്പോൾ കംപ്ലീഷൻ കൊടുക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ, അതായത് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ കംപ്ലീഷൻ കൊടുത്ത് അവർ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ബാങ്കിൽ കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 50 ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ അപ്ലൈ ചെയ്തത്, 48 ലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ എന്ന് വയ്ക്കുക. നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് കൊടുത്താൽ അവർ ചോദിക്കും ബാക്കി പൈസ നമുക്ക് വേണോ, ചിലപ്പോൾ ഡിസ്പേഴ്സ് ചെയ്ത് തരും നമുക്ക് വേണമെങ്കിൽ. ഇല്ലെങ്കിലോ ആ 48 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് ലോണിനെ ക്ലോസ് ചെയ്യും. എന്നിട്ട് ആ ദിവസം മുതൽ EMI വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുവരെയോ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് 5 ലക്ഷം രൂപ നമ്മൾ വാങ്ങിയാൽ 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് മാത്രം അടച്ചാൽ മതി. ക്ലിയർ ആയോ? എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുന്ന ദിവസം മുതൽ ഇൻട്രസ്റ്റും ചെറിയൊരു പാർട്ട് പ്രിൻസിപ്പളിലേക്കുമായിട്ട് റീപേയ്മെൻറ്റ് EMI സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? ഈ മെത്തേഡിൽ ആണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്ത് EMI വർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്പേഴ്സ്മെൻറ്റ് ആ മെത്തേഡ് മുഴുവൻ മനസ്സിലായല്ലോ. ഈ മെത്തേഡിലാണ് നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലോൺ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ EMI ഒക്കെ ക്ലോസ് ചെയ്യുമ്പോൾ ഏത് സമയത്താണ് ക്ലോസ് ചെയ്യുക, ആ സമയത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബാങ്ക് സ്വാഭാവികമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത ആധാരം ബാങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ കണ്ടീഷൻ. അത് ഓരോ സമയത്ത് ഓരോ നോംസാണ്. അപ്പോൾ ആ ആധാരം നമ്മുടെ ഇൻകത്തിൻ്റെ റീപേയ്മെൻറ്റ് എന്നാണ് പൈസ പോകണമെങ്കിലും ഈ ആധാരം അതിന് ജാമ്യമായിരിക്കും. എന്തെങ്കിലും ഡിഫാൾട്ട് വന്നാൽ ഈ ആധാരത്തിന് അറ്റാച്ച് ചെയ്ത ഒരു ലേലത്തിലോ അങ്ങനെയാണല്ലോ അതിന് ഡിഫാൾട്ട് ചെറിയ ആ പാർട്ടും കൂടി ഞാൻ സൂചിപ്പിക്കും. അതല്ല നമ്മൾ കൃത്യമായിട്ട് എല്ലാം അടച്ചു പോയി കഴിഞ്ഞാൽ ലോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു NOC ബാങ്കിൽ നിന്ന് കിട്ടി ആധാരവും ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവളെ ഇത്തരത്തിലുള്ള വീഡിയോസ് വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ഈ പേജിനെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലാണെങ്കിൽ. ഒപ്പം നമുക്കറിയാതെ വീട് എന്ന് പറയുന്നത് വലിയ ഡ്രീമാണ് ഒരുപാട് കുടുംബങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാരിറ്റി ഒന്നും അറിയാതെ ഒരുപാട് ആളുകൾ തെറ്റായിട്ടുള്ള എവിടെയെങ്കിലും ഫിനാൻസ് എടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലോണൊന്നും അവൈലബിൾ അല്ലാന്നോ, ലോൺ വാങ്ങിയാൽ കൂടുതൽ ഇൻട്രസ്റ്റ് പോകുന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടും അല്ലെങ്കിൽ സ്ഥലം അങ്ങനെ വാങ്ങിക്കാന്നൊക്കെ അറിയാതെ എവിടെയെങ്കിലുമൊക്കെ അറിയാതെ പോയി പെടുണ്ടാവും. പക്ഷേ ഇഷ്ടംപോലെ ആളുകൾ ഞങ്ങളുടെ ദിവസം വരലുണ്ട്. KLU ഇല്ലാത്ത ചില സ്ഥലം വാങ്ങിക്കുക, പട്ടയമില്ലാത്ത ചില സ്ഥലം വാങ്ങിക്കുക, ഡോക്യുമെൻറ്റിൽ ഈ ലീഗൽ സ്ക്രൂട്ടിനിയും ടെക്നിക്കൽ സ്ക്രൂട്ടിനിയും ഒന്നും ഇല്ലാതെ വാങ്ങിയതിന് ശേഷം പെടുക. എത്രയോ ആളുകൾ അവരുടെ ലൈഫിൽ സമ്പാദിച്ച പൈസകൾ പെട്ട എത്രയോ കേസസ് ഞങ്ങൾക്ക് അനുഭവം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും 100% ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് പോകുമ്പോൾ അതിൽ വലിയൊരു ശതമാനം 95% നമുക്ക് ഒഴിവാക്കി നല്ല ഗുഡ് മണി നമ്മൾ അധ്വാനിച്ച് നല്ല പൈസ നല്ല രീതിയിൽ കൊടുത്ത് നല്ല സ്ഥലം വാങ്ങി നമ്മളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇൻഫർമേറ്റീവ് ആണെങ്കിൽ നമ്മുടെ കുടുംബക്കാരോ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോ ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റായി ഇടുക. ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാവും, അതിൽ വിളിക്കുക, ചോദിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് വല്ല പുതിയ വീഡിയോസ് വല്ല ചെയ്യാൻ ഞങ്ങൾക്കറിയുന്ന ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയുന്ന നോളേജ് അത് നിങ്ങൾക്കൊക്കെ ഏത് സമയത്തും പങ്കിട്ട് തരാനും ഒക്കെ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങളതിന് തയ്യാറാണ്, വളരെ ഓപ്പനാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക, ഒരുമിച്ച് മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച്.
സുമാർ 10% സേവ് ചെയ്തുകൊണ്ടേ നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും Alibaba.com ഒക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് ഓൾറെഡി ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈയേഴ്സും ഒക്കെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. നീ കളഭമാടുന്ന നേരം ആ പരിമളം എൻ്റെ വീട് കണ്ടാലും അവർ ഹോം ഇറ്റ്സ് ലൈക്ക് ഓസം. സമയമേ ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് പറയും, നിറയുക സിരകളിൽ അത് നമ്മളങ്ങോട്ട് കണ്ണുടച്ച് കൊടുക്കുകയാണ്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഞാൻ ഹാപ്പിയാണ് ഈ പ്രൊജക്റ്റില്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഞങ്ങൾ ഇതിൽ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല. ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. എല്ലാവരോടും നന്ദിയുണ്ട്. കംപ്ലീറ്റ് ചെയ്തു വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.